ഗൈസ്, ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താണ് നിങ്ങളെ. ഇപ്പോൾ ആമസോണിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. നിങ്ങളെ ഇപ്പോൾ മുമ്പിൽ വെച്ച് ഞാൻ പൊട്ടിക്കാൻ പോവുകയാണത്. ഓക്കെ, ഇത് അൺപാക്കിംഗ് ആണ്. ഇപ്പോൾ നോക്കിക്കോ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ചയായി, സാധനം ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇതല്ല പ്രസ്റ്റീജിൻ്റെ ആണ് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. അതായത് ഇത് ഇഞ്ചക്ഷൻ കുക്കറല്ല, അതിൻ്റെ വേറൊരു മെത്തേഡാണത്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാ സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ അതൊക്കെ നമുക്ക് വായിക്കാം കേട്ടോ. അതേപോലെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പാത്രങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. ആ സ്ഥാനത്ത് ഇഞ്ചക്ഷൻ കുക്കറിൽ സ്റ്റീൽ പാത്രം മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കിതാവുമ്പോൾ എല്ലാ പാത്രവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഇതൊക്കെ ഇട്ട് നോക്കാം നമുക്കിതില്. ഇത് കാർട്ടൂൺ വേണ്ട, ഗ്രിൽ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാം നമുക്ക്. അതിൻ്റെ കാറ്റലോഗ് ഉണ്ട്, ഫുള്ള് എല്ലാം ചെയ്യാൻ പറ്റിയ കാറ്റലോഗ് ഇതാണ്. എല്ലാ പാത്രങ്ങളും വെക്കാം. ഒടിക്കട്ടെ. ഇതാണ് ഈ സാധനം, പ്രസ്റ്റീജിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്, അതിൻ്റെ പേര്. അപ്പോൾ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. കേബിള് കുഴപ്പമില്ല, നല്ല സ്ട്രോങ്ങിലുള്ള കേബിളാണ്. ഏകദേശം ഒരു 1.5 മീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മീറ്ററുള്ളൂ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതാ ഒക്കെ ടച്ചാണ്. പവറ്, ടൈമറ്, പിന്നെ മറ്റുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാം ഉണ്ട്. ഉപയോഗിക്കാൻ ഇനി നോക്കട്ടെ. ഇതിൻ്റെ അടിയിൽ ഫാനുണ്ട്. ഇനി ഇതിൻ്റെ ഉപയോഗം നമുക്ക് കാണണം അല്ലേ. ഇതൊരു ഇതാണ്, നമുക്ക് വാട്സ് കുറയ്ക്കാൻ നമുക്കൊക്കെ ചെയ്യാം. ബാക്കി നോക്കട്ടെ. ഓണാക്കാൻ പോവുകയാണ്. നമുക്ക് കാണാൻ എന്താണ് ഡിസ്പ്ലേ വന്നു. ഇത് പവർ ഓണാക്കി. നമുക്ക് പാത്രം വെക്കാൻ ഇത് വെച്ച് ഓണാക്കാം. ഇത് കണ്ട, ഇത് നമുക്ക് കുറക്കാം, വാട്ട് കുറക്കാം. 600 ഏറ്റവും കുറച്ച് വെക്കാം, 200 വരെ കുറക്കാം. നമ്മൾ കൂട്ടി വെക്കുകയാണെങ്കിൽ 2000 വരെ, 2200 വാട്ട് വരെ നമുക്ക് കൂട്ടുകയും ചെയ്യാം. കണ്ട, ഇവിടെ ചൊന്നും, ഇവിടെ തീയാണ്, ഇവിടെ നമുക്ക് തൊടാൻ പറ്റില്ല. ആ സ്ഥാനത്ത് മറ്റേ ഇഞ്ചക്ഷൻ കുക്കറാണെങ്കിൽ നമുക്ക് നമ്മൾ തൊടാം, കൈമ തൊടും. ഇത് കണ്ട, ഇത് നന്നായിട്ട് ചൂടായി പൊള്ളി. നമുക്ക് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളം ചൂടാക്കുന്നത് നമ്മൾ വെള്ളം വെച്ചു. ചായക്ക് അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. നമുക്കൊരു ചായ ഉണ്ടാക്കാം.
അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ പവർ ആദ്യം ഓഫ് ചെയ്യരുത്. ഇതിൻ്റെ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ ചൂട് മുഴുവൻ കുറഞ്ഞതിന് ശേഷം ഈ ഫാൻ ഓഫായതിന് ശേഷം മാത്രമേ പവർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.